CPM-ന് പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി കൊട്ടേഷൻ സംഘങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായോ വെൽഫെയർ പാർട്ടിയുമായോ ബന്ധപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് ലീഗിനും UDF-നും അപകട മുന്നറിയിപ്പുമായി മുക്കം ഫൈസി രംഗത്ത് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഒരു ഇലക്ഷൻ വന്നു എന്ന്. സമസ്തയ്ക്കുള്ളിലെ അറിയപ്പെടുന്ന ലീഗ് UDF വിരുദ്ധനാണ് ഈ മുക്കം ഫൈസി. എന്നാൽ അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടോ വെൽഫെയർ പാർട്ടിയുമായിട്ടോ ബന്ധം സ്ഥാപിച്ച് തകർന്നു പോട്ടെ എന്ന് അദ്ദേഹം കരുതില്ല. അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും. പക്ഷേ ഇതേ കാര്യം അദ്ദേഹം CPM-ൻ്റെ വിഷയം വരുമ്പോൾ ചെയ്യില്ല. ദശാബ്ദങ്ങളോളം CPM ജമാഅത്തെ ഇസ്ലാമിയുമായി, അന്ന് വെൽഫെയർ പാർട്ടിയില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി വളരെ ദൃഢമായ ബന്ധം നിലനിർത്തുകയും തിരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങുകയും പിന്നീട് വെൽഫെയർ പാർട്ടി വന്നപ്പോൾ അവരുമായും ധാരണയുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. മുക്കം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ വെൽഫെയർ പാർട്ടിയും CPM-മായി ഒന്നിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ തിരഞ്ഞെടുപ്പ് വിജയം അവരൊന്നിച്ച് ആഘോഷിക്കുകയും മുക്കം മുനിസിപ്പാലിറ്റിയിൽ ഒന്നിച്ച് ഭരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഇദ്ദേഹം CPM-ന് ആ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയോ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ശത്രുക്കളായ ലീഗിനെയും UDF-നെയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹം നിരന്തരം രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും. ടെലിവിഷനും ക്യാമറയും ഹറാമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇക്കൂട്ടർ ചാനലുകളിൽ ഇവരുടെ പ്രസ്താവനയുമായി നിറഞ്ഞു നിൽക്കും. കൊടിസുനിയും സംഘവും CPM-ൻ്റെ കൊട്ടേഷനുമായി TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയപ്പോൾ കാറിൽ എഴുതി വച്ച മാഷാ അല്ലാ, അതിന് കൊടിസുനിയുമായി എത്ര ബന്ധമുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഒരു ബന്ധവും ഇക്കൂട്ടരുടെ പണ്ഡിത വേഷത്തിന് ഇസ്ലാമുമായില്ല. രണ്ടു കൂട്ടരും ചെയ്യുന്നത് CPM-ൻ്റെ കൊട്ടേഷൻ പണിയാണ്. ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ കോലാഹലം കേരളം കണ്ടതാണ്. മനുഷ്യവിരുദ്ധരും സ്ത്രീവിരുദ്ധരുമായ ഇത്തരം ആളുകളെയും കൂട്ടിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേര് പറഞ്ഞ് പെൺകുട്ടികളെ പാൻഡിടിച്ച CPM കേരളത്തിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് എന്നത് വലിയ ദൗർഭാഗ്യകരമായ ഒന്നാണ്.